ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിന് യോജിക്കുന്ന അതേ സിലബസ് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ സിലബസിൽ നിന്ന് മാറ്റമില്ലാത്ത സിലബസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 50 ഡേയ്സ് സ്റ്റഡി പ്ലാനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അത് പറയാം. നമ്മൾ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ സിലബസിലെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഉൾപ്പെടെ നല്ല സമയം എടുത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിൽ തന്നെ റിവിഷൻ ഉൾപ്പെടെ ഞാൻ തയ്യാറാക്കിയൊരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 10th ലെവൽ പ്രിലിമിനറി സിലബസ് PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 60 മാർക്സ് ആണ്. അതായത് ഓരോ മൊഡ്യൂളായിട്ട് 10 മാർക്കിന്റെ മൊഡ്യൂൾസ്, 6 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, കറണ്ട് അഫയേഴ്സ് ആണ് 10 മാർക്ക്. അടുത്തത് ഇന്ത്യ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലേക്കും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് 10 മാർക്ക്. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്നിവ. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് 10 മാർക്ക്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും 10 മാർക്ക്. അടുത്തത് കേരള ജോഗ്രഫി, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും 10 മാർക്ക്. അപ്പോൾ 6 മൊഡ്യൂള് 60 മാർക്ക്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. February 20th KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതിൽ വിന്നേഴ്സ് ആവുന്ന 50 ലക്കി പാർട്ടിസിപ്പൻസിന് അമേസിംഗ് പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. February 19th ഒരു 90 ഡേയ്സ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സും ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് February 24th സ്റ്റാർട്ട് ആവുന്നുണ്ട്. കൂടാതെ KS എക്സാം, പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. SCRT ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെഫ്കോ, LD എക്സാം, CO, CPO എക്സാം, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ജനറൽ സയൻസ് ടോട്ടൽ 20 മാർക്സ് ആണ്. നാച്ചുറൽ സയൻസ് 10 മാർക്ക്. അതിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഫിസിക്കൽ സയൻസ് 10 മാർക്ക്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇൻക്ലൂഡഡ് ആണ്. പഠിക്കാനുള്ളത് ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. 20 മാർക്ക്. അതായത് സിമ്പിൾ അരിത്തമെറ്റിക് 10 മാർക്കും മെന്റൽ എബിലിറ്റി 10 മാർക്കും അങ്ങനെയാണ്. അപ്പൊ ലഘുഗണിതത്തിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഖ,
ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയും ടോപ്പിക് 8 ടോപ്പിക് ഉണ്ട്, 10 മാർക്ക്. അടുത്ത മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, 8 ടോപ്പിക്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം. ഇത്രയും ടോപ്പിക്കാണ് 10 മാർക്കിന് വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ പ്രിലിമിനറി പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രിലിമിനറി പരീക്ഷ എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇത്രയും 157 പോസ്റ്റാണ് ഈ വർഷം. ഈ 157 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒറ്റ പരീക്ഷ നടക്കും. ഡിഫറെന്റ് ഫേസ് ആയിട്ടായിരിക്കും ഒറ്റ പരീക്ഷ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 5 ഫേസ് ആയിട്ട് നടന്നു. ഈ വർഷം ഇനി ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് എത്ര ഫേസ് ആയിട്ട് PSC തീരുമാനിക്കുന്ന പോലെ നടക്കും. അപ്പോൾ ഇതിൽ ഈ സിലബസിനെ ബേസ്ഡുള്ള പരീക്ഷയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഇതിന്റെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നും ഉപയോഗിക്കത്തില്ല. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS ഇങ്ങനത്തെ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ സേഫ് ആയിട്ട് നിങ്ങൾ ഏകദേശം ഒരു 70-75 മാർക്കിന് ഉള്ളിൽ എന്തായാലും വാങ്ങണം. പിന്നെ ബാക്കി പോസ്റ്റ് ആയിരിക്കും, അതായത് വേക്കൻസീസ് ഒക്കെ കുറവായിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ അതിലും കൂടുതലായിരിക്കും കട്ട് ഓഫ്. സേഫ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഒരു 70 എബോവ് മാർക്കെങ്കിലും വാങ്ങിയിരിക്കണം. അപ്പൊ നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 80 എബോവ് അല്ലെങ്കിൽ 85 എബോവ് മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിലിമിനറി പരീക്ഷ. പിന്നെ മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ തസ്തികയെ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും മെയിൻ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി 10th ലെവൽ പ്രിലിംസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രയോജനപ്പെടുത്താം. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ഫ്രീ ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആണ്, കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്